പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നിലവിൽ 3 വിദ്യാർത്ഥികളെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തെങ്കിലും മരണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുകയാണ്. പ്രതികൾക്കായി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. സഹപാഠികളായ അലീന, അക്ഷിത, അഞ്ജന മധു എന്നിവരുടെ മാനസിക പീഡനവും ശാരീരിക ഉപദ്രവവുമാണ് അമ്മു സജീവന്റെ മരണത്തിന് കാരണമെന്നാണ് നിലവിലുള്ള കേസ്. എന്നാൽ മറ്റു കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. മരണത്തിൽ ഹോസ്റ്റൽ അധികൃതർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ വാർഡന്റെ പരസ്പര വിരുദ്ധ മൊഴിയിലും അമ്മുവിന്റെ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. അമ്മുവിന് മുറി മാറ്റി നൽകിയതും വീണ സ്ഥലത്ത് ചെളിയും മെറ്റലും ഉണ്ടായിരുന്നെങ്കിലും അവയൊന്നും ദേഹത്തില്ലാതിരുന്നതും സംശയമുണ്ടാക്കുന്നതായി കുടുംബം പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അമ്മുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് സഹപാഠികൾക്കിടയിൽ നടന്ന പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. നവംബർ 15 രാത്രിയാണ് അമ്മുവിന്റെ മരണം. അതിനും ഒരാഴ്ച മുമ്പ് സഹപാഠികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നാരോപിച്ച് പിതാവ് സജീവ് കോളേജ് പ്രിൻസിപ്പലിന് ഇമെയിലിലൂടെ പരാതി നൽകിയിരുന്നു. ആരോപണ വിധേയരായ വിദ്യാർത്ഥികളോട് വിശദീകരണം തേടുകയും മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. അലീന, അക്ഷിത, അഞ്ജന എന്നിവരുമായി അമ്മു സൗഹൃദത്തിലായിരുന്നെങ്കിലും പിന്നീട് അകന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. രോഗികളുടെ വിവരങ്ങൾ കുറിക്കുന്ന ലോഗ് ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥിനികൾ തമ്മിൽ തർക്കം ആരംഭിക്കുന്നത്. ഈ ബുക്ക് ആരുടെ കൈവശമാണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. അമ്മുവിനെ ടൂർ കോർഡിനേറ്ററാക്കിയതും പ്രശ്നങ്ങൾക്കിടയാക്കി. 3 പ്രതികൾക്ക് പുറമെ കോളേജിലെ മറ്റ് സഹപാഠികൾക്ക് സംഭവത്തിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. ഗുരുതരമായി പരിക്കേറ്റ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച അമ്മുവിനെ ദൂരക്കുറവുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ പറഞ്ഞതനുസരിച്ചാണെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കുടുംബത്തിന്റെ ആരോപണങ്ങളിലും പരാതിയിലും വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. തിങ്കളാഴ്ച പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ന്യൂസ് 18 പത്തനംതിട്ട.